അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കുന്ന നയങ്ങളിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോകുമ്പോൾ ചൈന കൂടുതൽ മികച്ച തീരുമാനങ്ങളുമായി മുന്നോട്ട് വരികയാണ്. വിഷയത്തിൽ ചൈനയും അമേരിക്കയും നടത്തുന്ന വിസ നയങ്ങളിലെ മാറ്റങ്ങൾ ആഗോള സാങ്കേതിക സാമ്പത്തിക രംഗങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഒരു വശത്ത് ചൈന യുവ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും എളുപ്പത്തിൽ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പുതിയ വിസ നയം ആവിഷ്കരിക്കുന്നു. മറുവശത്ത് അമേരിക്ക അതിന്റെ H-1B വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു. ഈ രണ്ട് നയങ്ങളും ലോകത്തെ പ്രതിഭാ ഒഴുക്കിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്നും ഇരു രാജ്യങ്ങളുടെയും ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ലക്ഷ്യങ്ങളിലെ വൈരുദ്ധ്യം. ചൈനയുടെ വിസയും അമേരിക്കയുടെ H-1B വിസയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലാണ്. ചൈനയുടെ വിസ ഈ പുതിയ വിസ നയം തികച്ചും ആകർഷകവും ഉദാരവുമാണ്. ഒരു തൊഴിൽ ഓഫർ ആവശ്യമില്ലാത്ത എളുപ്പത്തിൽ ലഭിക്കുന്ന ഈ വിസ പ്രധാനമായും STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് രംഗത്തെ യുവ പ്രൊഫഷണലുകൾക്കായി രൂപകൽപ്പന ചെയ്തതാണ്. ചൈനയുടെ സാങ്കേതിക വികസനം ത്വരിതപ്പെടുത്തുക, സ്വയം പര്യാപ്തത കൈവരിക്കുക, ആഗോളതലത്തിൽ ശാസ്ത്ര ഗവേഷണത്തിന്റെ കേന്ദ്രമായി മാറാനുള്ള ചൈനയുടെ ലക്ഷ്യങ്ങൾ എന്നിവയുടെ ഭാഗമായാണ് ഈ നീക്കം. ചൈനയുടെ ആഭ്യന്തര സാങ്കേതിക രംഗം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത്. അമേരിക്കയുടെ H-1B വിസ. അമേരിക്കയിൽ നിലവിലുള്ള H-1B വിസ നിയമങ്ങൾ ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേതനത്തെ അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് സമ്പ്രദായം, ലോട്ടറി സംവിധാനത്തിലെ മാറ്റങ്ങൾ, കൂടുതൽ സങ്കീർണമായ അപേക്ഷാ നടപടിക്രമങ്ങൾ എന്നിവ H-1B വിസ നേടുന്നതിന് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. ഇത് അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത്. എന്നാൽ ഇത് ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ അമേരിക്കയിൽ നിലനിർത്തുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കും. ഇനി ചൈനക്കുണ്ടാകുന്ന നേട്ടങ്ങൾ. പ്രതിഭ ആകർഷണം. അമേരിക്കയിൽ H-1B വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ, ചൈനീസ്, മറ്റ് ഏഷ്യൻ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ചൈന ഒരു പുതിയ ലക്ഷ്യസ്ഥാനമായി മാറിയേക്കാം. എളുപ്പത്തിലുള്ള നടപടിക്രമങ്ങൾ പ്രതിഭകളെ ചൈനയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. സാങ്കേതിക പുരോഗതി. വിദേശ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും സഹായത്തോടെ ചൈനയ്ക്ക് നിർണായക സാങ്കേതിക മേഖലകളിൽ, ഉദാഹരണത്തിന് സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോടെക്നോളജി വേഗത്തിൽ മുന്നേറാൻ കഴിയും. ഇത് ചൈനയുടെ മെയ്ഡ് ഇൻ ചൈന 2025 പോലുള്ള പദ്ധതികൾക്ക് കരുത്ത് നൽകും. ഇനി ഗവേഷണ ശക്തി. ലോകോത്തര നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളോടും ഗവേഷണ സ്ഥാപനങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള വിദേശികളെ ലഭിക്കുന്നത് ചൈനയുടെ അക്കാദമിക് ഗവേഷണ രംഗം മെച്ചപ്പെടുത്തും. അമേരിക്ക നേരിടുന്ന വെല്ലുവിളികൾ. പ്രതിഭാ ചോർച്ച. അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കുന്ന നിരവധി വിദേശ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വിസ നേടുന്നത് ബുദ്ധിമുട്ടായാൽ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് അമേരിക്കൻ ഗവേഷണ സ്ഥാപനങ്ങൾക്കും ടെക് കമ്പനികൾക്കും വലിയ നഷ്ടമുണ്ടാക്കും. മത്സര അധിഷ്ഠിത നഷ്ടം. ഉയർന്ന വേതനം നൽകാൻ കഴിവില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട കമ്പനികൾക്കും വിദേശ പ്രതിഭകളെ നിയമിക്കാൻ ബുദ്ധിമുട്ടാകും. ഇത് അമേരിക്കയുടെ ഇന്നൊവേഷൻ രംഗത്തെ മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ ചൈന കൂടുതൽ വിജയിച്ചാൽ അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തിന് അത് വലിയ വെല്ലുവിളിയാകും. ഇത് കേവലം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു മത്സരമല്ല, മറിച്ച് ഈ രണ്ട് നയങ്ങളും ആഗോള പ്രതിഭാ മത്സരത്തെ പുനർനിർവചിക്കാൻ മാത്രം ശേഷിയുള്ള ഒന്നാണ്. ഈ സാഹചര്യം കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും സാധ്യത നൽകും. അമേരിക്കയിലേക്കുള്ള വഴി അടയുന്നതിനാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള ആളുകൾ ഈ രാജ്യങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങൾ അവരുടെ വിസ നയങ്ങൾ കൂടുതൽ ഉദാരമാക്കി ഈ പ്രതിഭകളെ ആകർഷിക്കാനും ശ്രമിച്ചേക്കാം. മനുഷ്യ മൂലധനത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ ഒരു പ്രധാന നയതന്ത്ര ആയുധമായി മാറുകയാണ്. ഈ രണ്ട് നയങ്ങളും ഭാവിയിൽ സാമ്പത്തിക ശക്തിയും സാങ്കേതിക മേധാവിത്വവും ആർക്കാണ് ലഭിക്കുക എന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ചൈനയുടെ വിസ നയം ആഗോള സാങ്കേതിക രംഗത്തെ അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. അതേസമയം അമേരിക്കൻ H-1B വിസയിലെ മാറ്റങ്ങൾ അവിടുത്തെ തൊഴിൽ രംഗത്ത് ചില സുരക്ഷകൾ നൽകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ അമേരിക്ക പിന്നോട്ടടിച്ചേക്കാം. ഈ രണ്ട് നയങ്ങളും ലോകത്തെ പ്രതിഭകളുടെ ഒഴുക്കിനെ പുനർനിർവചിക്കുകയോ ആഗോള ശാസ്ത്ര സാങ്കേതിക മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുകയും ചെയ്യും.